മുസ്ലിം വീട്ടിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് മനുഷ്യൻ സ്വയം തയ്യാറാകണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു ആറ്റം ബോംബിനേക്കാൾ വലിയ ശക്തിയുണ്ട്. ഹൈറ്റ് കുറഞ്ഞൊരു ചെറിയ മനുഷ്യനാണ്. ലോകത്തൊന്നും ഇന്ന് വരെ നേടിയിട്ടില്ല. ഒന്നിന്റെയും, നേരത്തെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ പോലെ ഒന്നിന്റെയും സ്ഥാനം വഹിക്കുന്നില്ല. മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് എന്റെ സ്ഥാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസാക്ഷിയുള്ളവരുടെ മുമ്പിൽ. ഓച്ചിറ ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയോ 250 അച്ഛനമ്മമാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. 250 അച്ഛനമ്മമാർ വൃദ്ധസദനത്ത് കൊണ്ടുപോയി ആക്കിയതാ മക്കള്. ഓച്ചിറയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ ഒരു അമ്മ എന്റെ പിന്നാലെ കൂടി. അവിടെ അറുപകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ ഒരു അമ്മ എന്റെ പിന്നാലെ കൂടി. 66 വയസ്സുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ആരായാലും മതി, എന്റെ മോനെ നീ എന്നൊന്ന് കൊണ്ടുപോകും. ആ അമ്മമാരുടെ അച്ഛനും അമ്മയും വാർദ്ധക്യം പ്രാപിച്ചാൽ എന്ന് പോലും നീ അവരോട് പറയരുത്. അച്ഛനോട് അമ്മയോട് കാരുണ്യത്തിന്റെ ചെറുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അച്ഛനമ്മമാർ തള്ളപ്പെടുന്ന ഒരു ലോകത്ത് ഒരമ്മ സർക്കാരിനോട് പറഞ്ഞിരുന്നു, ഈ ശബ്ദത്തിലുള്ള പടക്കം ഒന്ന് നിയന്ത്രിച്ചൂടെ, എന്റെ വീട് പൊട്ടിപ്പൊളിഞ്ഞു, എനിക്കാരുമില്ല. ആ അമ്മ പിന്നെ ഞെട്ടിണിക്കുന്നത് എങ്ങനെ അറിയുന്നത്? ഒരു മനുഷ്യന്റെ കൈ അറ്റിട്ട് ആ കൈ തെറിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വീണിരിക്കുന്നു. അവർ വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എനിക്കുള്ള ഏറ്റവും വലിയ സങ്കടം പറഞ്ഞോട്ടെ നിങ്ങൾക്ക്, ഒരാഴ്ച കഴിഞ്ഞോ അത് സംഭവിച്ചിട്ട്? ഒരാഴ്ച കൊണ്ട് എല്ലാവരും പത്തി മടക്കി വീഴ്ക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ തൃശൂർ പൂരത്തിന്റെ വാർത്ത വായിച്ചപ്പോ എനിക്ക് തോന്നിയെന്നറിയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല കേട്ടോ, എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല. എന്റെ രാഷ്ട്രീയവും എന്റെ എല്ലാം മനുഷ്യരാ. ആ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളെല്ലാരും, നിങ്ങൾ ജനങ്ങൾ പറയണം, ഞങ്ങളുടെ ക്ഷേത്ര ജനങ്ങൾക്ക് ഇനി പടക്കം പൊട്ടൽ വേണ്ട. എത്ര സന്യാസിമാർ പറഞ്ഞതില്ല? എത്ര സന്യാസിമാർ പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക്? ആരാ പിന്നെ പറയേണ്ടത്? ജനങ്ങളും പറഞ്ഞു, സന്യാസിമാരും പറഞ്ഞു, മതപണ്ഡിതന്മാരും പറഞ്ഞിട്ടും ഇത് പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നത് ദുരുദ്ദേശമല്ല സുഹൃത്തുക്കളെ, പണാധിപത്യമല്ല സുഹൃത്തുക്കളെ. ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇതിനൊക്കെ ആഘോഷിക്കണം. ചെയ്യരുത്. ഇനി ഇതിൽ കവിഞ്ഞൊന്നും പറയാൻ എനിക്കില്ല. എനിക്ക് പറയാൻ ഇതിൽ കവിഞ്ഞൊന്നുമില്ല. 2-3 കാര്യം കൂടി പെട്ടെന്ന് പറയുന്നു ഞാൻ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37 ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗം, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതവ മോക്ഷസേ മഹീ തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗമുണ്ട് സുഹൃത്തുക്കളെ. ദൈവസന്നിധിയിലെത്തും ഉറപ്പ്. മനുഷ്യരൊക്കെ എല്ലാരും, അല്ലാണ്ട് ഹൈന്ദവ സമൂഹം അവരുടെ ദൈവത്തിന്റെ മുമ്പിലും ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തിന് മുമ്പിലും അല്ല, നമ്മളൊക്കെ ഒരൊറ്റ ദൈവത്തിന്റെ മുമ്പിലും ഉറപ്പിച്ചു പറയുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഭഗവത്ഗീത പറയുന്നുണ്ടത്, ഋഗ്വേദം പറയുന്നുണ്ടത്, കൃഷ്ണ യജുർവേദം പറയുന്നുണ്ടത്, വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടത്, ഉപനിഷത്തുകൾ പറയുന്നുണ്ടത്. പുനർജന്മൊന്നും ആയിരുന്നില്ല, അത് കൃത്യമായ പരലോക വിശ്വാസം. ആ ഈശാവാസ്യോപനിഷത്ത് പറയുന്നതറിയോ? അന്തം തമഹ പ്രതിശന്തിയേ സംപുത്യപാസതേ തതോ ഭൂയൈവദേയഹു സംപുത്യാമൃതഃ. ഈശാവാസ്യോപനിഷത്ത് പറയുന്നത്, ദൈവേതരരെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിലാ വരിക. സൃഷ്ടികളെ നിങ്ങൾ ആരാധിച്ചാൽ നരകത്തിലാ വരിക. ദൈവത്തെ മാത്രം ആരാധിച്ചാൽ സ്വർഗത്തിലാ വരിക. വേദഗ്രന്ഥങ്ങൾ, ഖുർആൻ പറയുന്നതും അതാണ്. ഏക ദൈവം, ഒറ്റ ദൈവം, അവനൊരിക്കലും മരിക്കില്ല, അവന് മരണമില്ല, അവന് ക്ഷീണമില്ല, അവന് തളർച്ചയില്ല. അവൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്. സൂര്യനെ നിയന്ത്രിക്കുന്നു. 13.5 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള സൂര്യനെ നിയന്ത്രിക്കുന്നവനാണ്. ആ സർവശക്തിയിലേക്കുള്ള ഒരു മടക്കം എനിക്ക് എന്നോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. എനിക്കൊരു നിർദ്ദേശം കൂടിയുണ്ട്. എന്നെ പോലെയുള്ള ആളുകളുടെ എവിടെ അതുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ചില പ്രഭാഷണത്തിന്റെ ചെറിയ ഭാഗം കട്ട് ചെയ്ത് കേൾപ്പിച്ചിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചവർ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് എന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയണം, നിങ്ങൾ എന്റെ പ്രസംഗം ഫുള്ള് കേൾക്കും. ഒരാൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. മനുഷ്യത്വത്തിനെതിരെ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയണം. ഒരാളോട് ഒരു വിരോധമില്ല. ഒരു ഹിന്ദു സ്ത്രീ 3 മാസം പ്രായമായ അവരുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. ഈ വിവരം ഔദ്യോഗികമായി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞു, സാർ എനിക്ക് ആ മോനെ തരണം. ആ ഹിന്ദു സ്ത്രീ ഉപേക്ഷിച്ചു പോയ മോനെ എനിക്ക് തരണം. ആ മനുഷ്യ കുഞ്ഞിനെ എനിക്ക് തരണം. ജാതി മതം നോക്കാതെ എനിക്ക് തരണം സാർ. ഞാൻ അവരോട് ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ഞാൻ വർഗീയതയും തീവ്രവാദമല്ല പറയുന്നത്. എനിക്കൊരു മതമുണ്ട്. മഹാത്മാഗാന്ധി ഹരേ രാം എന്ന് പറഞ്ഞ പോലെ അല്ലാ എന്ന് വിളിക്കുന്ന ഒരു മതം എനിക്കുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ എതിർക്കാൻ ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനുഷ്യന്റെ പ്രശ്നങ്ങളായി കാണും. അവിടെ രാഷ്ട്രീയം പ്രശ്നമാകരുത്. മനുഷ്യനേക്കാൾ മൂല്യവത്തായി ഒന്നുമില്ല. ഒരു വോട്ടില്ല, വേണ്ട, പ്രാവശ്യം ജയിക്കണ്ട. 4 ആവശ്യത്തിൽ നല്ല കാൽവെപ്പ് വെക്കാമായിരുന്നില്ലേ? ഈ മനുഷ്യരൊക്കെ മരിച്ചിട്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ആവേശം കൂട്ടിയാ പോരാ. അത്രയേറെ ആളുകൾ മരിച്ചതിന്റെ വേദന
ആത്മാർത്ഥമായ പ്രയത്നം. ഞാനൊരു കാര്യം ഉറച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോടത് പറയാണ്. ഏതൊക്കെ അമ്പലങ്ങളിൽ ചെന്ന് എനിക്കിത് പറയാൻ പറ്റുമോ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇനി വ്യാപകമായി പറയും. ഏത് ദേവസ്വം ബോർഡിന്റെയും ഏത് അമ്പല കമ്മിറ്റികളുടെ അയ്യപ്പദാസ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്യാസി, ഞാൻ പറയും അദ്ദേഹത്തോട്, സാർ ഇത് ശരിയല്ല, ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതിൽ നിയന്ത്രണം എന്ന് പറഞ്ഞ് നടക്കൂലട്ടോ. 400 തവണ ഉണ്ടായിട്ടും നിയന്ത്രിക്കണമെന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് നിയന്ത്രിച്ചോ? വലുതിൽ നിന്ന് വലുതിലേക്ക്, 68-ൽ നിന്ന് 110-ലേക്ക്, ഇനി 210-ൽ വരും. അപ്പോഴും നിയന്ത്രണം എന്നുള്ള വാചകം ഒഴിവാക്കുക, നിരോധിക്കുക, തിന്മകളെ നിരോധിക്കുക. അത് മുസ്ലിം ചെയ്താലും അമുസ്ലിം ചെയ്താലും, അത് എന്ത് വൃത്തികേടാവട്ടെ. ഒരു കാര്യം കൂടെ പറയാം, ഒരു മുസ്ലിമിന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ മുസ്ലിംകൾക്കും, ഒരു ഹൈന്ദവന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ഹൈന്ദവർക്കും, ഒരു ക്രൈസ്തവന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ക്രൈസ്തവർക്കും സാധിക്കുന്ന ധന്യമായ വർഗീയതയില്ലാത്ത ഏത് ദിനം പിറക്കുന്നുവോ അന്നേ നമ്മൾ നന്നാവും. ഇസ്ലാം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നു. ആ ജീവിതത്തിന്റെ വിജയമാണ് വിജയം എന്ന് പറയുന്നു. കെജ്രിവാൾ എന്ന